മഹസർ ഡിപ്പാർട്ട്മെന്റ് പണി എന്താ? ഒട്ടം കളിക്കരുത് വന്നിരുന്നത് കേട്ടോ. സംഗമത്തിൽ പിണറായി വിജയൻ കിടന്നിട്ട് ഓളിയിട്ടുണ്ടാക്കിയ സോഫ്റ്റ്വെയർ ഉണ്ട് അത്ര കൈകാര്യം ചെയ്യാനായിട്ട് പല ചൂക്കും ചുണ്ണാമ്പും ഇതിനെ കുറിച്ച്. നമുക്ക് അസഹിഷ്ണുത കൂടുമ്പോഴും അസ്വസ്ഥത കൂടുമ്പോഴും നമ്മൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾ ന്യായമാണോ എന്ന കുറ്റബോധം ഉയരുമ്പോഴും പൊതുജനങ്ങൾ അത് സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള സംശയമുള്ളപ്പോഴും ഒക്കെയാണ് ഇത്തരം അസ്വസ്ഥതകളിലൂടെ പ്രതിഷേധങ്ങൾ വരുന്നത്. യുദ്ധഭൂമിയിൽ ഒരു പുതിയ പഠനം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായ സസ്പെൻഷൻ തികച്ചും ന്യായവും കേരളീയ സമൂഹം പൊതുവെ അംഗീകരിക്കുന്നതുമാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ആദ്യത്തെ സംഭവമാണോ ശ്രീ ഗോപൻ ബാനർ പിടിച്ചുകൊണ്ട് കേരളത്തിലെ സ്പീക്കർക്കുമെതിരായി, സ്പീക്കറുടെ മുമ്പിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായി പ്രതിപക്ഷം അണിനിരക്കുന്നത് ആദ്യത്തെ സംഭവമാണോ? ഈ വേലത്തരൊന്നും എന്നോട് വേണ്ട. ചേട്ടൻ എല്ലാ കാര്യവും നല്ല ഓർമ്മയുണ്ട്. അങ്ങനെയാണോ? എവർ ചെയ്തത് എന്തോ വലിയ ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് എന്നാണ് ഗോപന്റെ വാദം. ഒരു കാര്യം ചെയ്യാമായിരുന്നു, മുണ്ടും മാടി കുത്തി ശിവൻകുട്ടി കയറി നിന്ന് നൃത്തമാടിയതുപോലെ ശരീരഭാഗങ്ങളൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഡെസ്കിന്റെ മുകളിൽ കയറി നൃത്തമാടിയിരുന്നെങ്കിൽ അത് വലിയ ജനാധിപത്യ പ്രക്രിയയായി മാറുമായിരുന്നു അല്ലേ? അത് ചെയ്യാത്തതാണ് തെറ്റല്ലേ? എന്ത് പിന്നെ സംസ്കാര ശൂന്യമായിട്ടാണ് നിങ്ങൾ ഇടപെടുന്നത്? എന്തായിരുന്നു നിങ്ങളുടെ മുൻവിധി? ഇന്നലെ നിങ്ങൾ എന്താണ് ചെയ്തത്? അവരുടെ ബാനറുകൾ പിടിച്ചു മാറ്റാൻ ഒരു സ്പീക്കർ ചരിത്രത്തിലാദ്യമായി കേരള നിയമസഭയിൽ ഇതിനു മുമ്പ് നിങ്ങളുടെ മുഖ്യമന്ത്രി ചോര പുരണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഷർട്ട് പൊക്കി കാണിച്ചല്ലോ. നന്നാക്കാൻ വന്നിരിക്കുന്ന ഒരാള്. അന്നത്തെ സ്പീക്കർ ആ ഷർട്ടിന് പിടിച്ചു വാങ്ങ് എന്ന് പറഞ്ഞോ? അന്ന് ഷർട്ട് പൊക്കി കാണിച്ച MLA ശ്രീ പിണറായി വിജയനല്ലേ? ഏതെങ്കിലും ഒരു സ്പീക്കർ ആ ഷർട്ടിന് പിടിച്ചു വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തോ? ഇല്ലല്ലോ. മുഖമുദ്രയാക്കിയ ഭൗതികവാദത്തെ പിന്നെ അടിസ്ഥാന തത്വമാക്കി മാറ്റിയ ഒരു ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ദൈവത്തിനും ദേവനും ദേവന്റെ സ്വത്തുക്കൾക്കും ദേവന്റെ സ്വർണത്തിനുമൊന്നും ഒരു രക്ഷയുമില്ല എന്ന് കേരളം തിരിച്ചറിഞ്ഞ അപൂർവമായ ചില സന്ദർഭങ്ങളിലൂടെ കേരളം കടന്നുപോവുകയാണ്. ഈ വൃത്തികെട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പോ ശരിയാക്കി തരാം. അല്ല അയ്യപ്പദാസെ, നമ്മളൊരു കാര്യം ഇതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സഭയിൽ ഈ വേഷം കെട്ടുകളൊക്കെ ഇവർ കാണിക്കുന്നുണ്ട്. ഇതിനു മുൻപ് ശിവൻകുട്ടീന്റെ ടൗസർ കാണാത്തതല്ലല്ലോ കേരളത്തിലെ ജനങ്ങൾ. എന്ത് വേഷം കെട്ട കാണിച്ച കാരണം ഓന്റെ വീട്ടിലത്തെ കാശല്ലായിരുന്നല്ലോ, പൊതുസമൂഹത്തിന്റെ നികുതി പണം എടുത്തിട്ട് ഇവർ കാണിച്ച വേഷം കെട്ട് ഇടതുപക്ഷം ഉണ്ടായിരുന്ന സമയത്ത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഒരു മര്യാദ വേണ്ട. ഇപ്പൊ ഇവർ കാണിക്കുന്ന നിലപാടുകളും നമ്മൾ കാണുന്നു. ഇവിടെ ഈ നിലപാടുകളല്ലല്ലോ ആവശ്യം. അയ്യപ്പദാസെ, എന്താണ് ഈ സഭയിൽ ഈ അഭ്യാസങ്ങൾ കാണിക്കാനുണ്ടായ കാരണം എന്താണ്? അതിന്റെ മൂലകാരണം എന്താണ്? ആ മൂലകാരണം എന്ന് പറയപ്പെടുന്നത് ഭക്തജനങ്ങൾ, അതായത് ഇവിടുത്തെ വോട്ടർമാർ, കേരളത്തിലെ വോട്ടർമാരായിട്ടുള്ള ഭക്തജനങ്ങളായിട്ടുള്ള അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ഭക്തജനങ്ങൾ സർവം സമർപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഭഗവാന് കാണിക്ക വെച്ച കാര്യങ്ങൾ, വിവിധ ഭക്തജനങ്ങൾ സമർപ്പണം കൊടുത്ത കാര്യങ്ങൾ ഈ സർക്കാർ കട്ടുകൊണ്ടുപോയി. അറിയാം. ഇങ്ങനെ പോറ്റി എന്ന് പറയപ്പെടുന്ന 12 കിലോ ഉളക്കുള്ള ഒരുത്തിനെ ഈ കേരളത്തിൽ ഇത്രയും വലിയ സംരക്ഷിതമായിട്ടുള്ള സ്ഥലത്തുനിന്ന് ഇവനെ തോന്നും പോലെ അഴിക്കാനും തോന്നും പോലെ കൊണ്ടുപോകാനും പറ്റുമെന്ന് പറഞ്ഞാൽ എന്താ വെള്ളരിക്കപ്പെടണം? അപ്പൊ നാട്ടിൽ മുഴുവൻ കട്ടും നശിപ്പിച്ച് നാറാണക്കലാക്കി കഴിഞ്ഞപ്പോ ഇനി ക്ഷേത്രങ്ങളിലേക്ക് കടക്കുക, ക്ഷേത്രങ്ങളിലേക്ക് കയറുക എന്ന് പറയപ്പെടുന്ന പുതിയ നിലപാട് മാത്രമൊന്നല്ലോ. തൃപ്പൂണിത്തറ പൂർവ്വത്രയേശ ക്ഷേത്രം, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അയ്യപ്പദാസ് അന്വേഷിച്ചോ. അതേപോലെ തന്നെ ആറന്മുള വിഗ്രഹത്തിന്റെ 50 ഭവൻ നിങ്ങൾ അന്വേഷിച്ചോ. ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ കൊടിമരം നിങ്ങൾ അന്വേഷിച്ചോ. ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിലെ രുദ്രാക്ഷമാല അഴിമതി നിങ്ങൾ അന്വേഷിച്ചോ. എരുമേലിയിലെ ടോയ്ലറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കൊടിയ അഴിമതി അന്വേഷിച്ചോ. ബാലുശ്ശേരി കോട്ട ക്ഷേത്രത്തിലെ സ്വർണ്ണ നഷ്ടമായ വിഷയം നിങ്ങൾ അന്വേഷിച്ചോ. ഈ തൃശ്ശൂരിലെ പഴയന്നൂർ അമ്പലത്തിലെ കൊച്ചി രാജാവ് കൊടുത്ത കിരീടം അത് കാണാനില്ല, നിങ്ങളത് അന്വേഷിച്ചോ. തട്ടിപ്പ്, ഈ തട്ടിപ്പ് മനസ്സിലാക്കാൻ ഞാൻ ചോദിക്കട്ടെ, ആഭ്യന്തര വകുപ്പില്ലേ അയ്യപ്പദാസെ? ഈ ശബരിമലയിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ അയ്യപ്പദാസെ? ഈ ശബരിമലയുടെ കോർഡിനേഷൻ ഇല്ലേ അയ്യപ്പദാസെ? ഈ ശബരിമലയിൽ ഈ പോലീസും അതുപോലെ തന്നെ സെക്യൂരിറ്റി ഗാർഡുകളും ഒക്കെ ദേവസ്വം സെക്യൂരിറ്റിയുടെ ഒപ്പം തന്നെ കേരള പോലീസും ഉണ്ടല്ലോ. ഇവരൊന്നും അറിഞ്ഞിട്ടില്ല. ഒരുത്തം കാലത്ത് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തയ്ച്ചു കൊണ്ടുപോയതാണോ ഈ സംഭവം? അല്ലല്ലോ. അത് കടത്ത് തന്നെയാണ്. ഇതൊന്നും ആർക്കും അറിയില്ലെന്ന വിചാരം. ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണർ, ഹൈക്കോടതി നിയോഗിച്ച ഉദ്യോഗസ്ഥർ അടക്കം അവിടെ ഉണ്ടാവും നിരീക്ഷിക്കാനും മറ്റുമായിട്ട്. ഇതൊന്നും അല്ലാത്ത സമയത്തെന്ന് പറഞ്ഞാൽ ദുരൂഹമാണ്, ഗൂഢാലോചനയാണ്, തട്ടിപ്പാണ്. അയ്യപ്പ വിഗ്രഹത്തിൽ എന്ന് വെച്ചാൽ വലിയ ഗൂഢാലോചന. നമുക്ക് സംശയമില്ല ശ്രീ ഉല്ലാസ്, താങ്കളെ പറഞ്ഞത് പൂർണ്ണ ശരിയാണ്. പിന്നെ നീ ഹരിചന്ദ്രനല്ലേ? കാക്കാൻ ഏൽപ്പിച്ചവൻ കള്ളനായിരുന്നു എന്നും കക്ക കൂട്ടുന്നവനായിരുന്നു എന്നും അത് കൃത്യമായി കട്ടുകൊണ്ടുപോയനായിരുന്നു എന്നും ഒരു തെളിവിന്റെ ആവശ്യം നമുക്ക് കൃത്യമായി ഇതുവരെയുള്ള കാര്യങ്ങളെ വെച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു സർക്കാർ ഈ നാടിനകത്ത് 9.5 വർഷക്കാലം ഉണ്ടായിട്ട് അതിനകത്ത് 3 ദേവസ്വം മന്ത്രിമാരുടെ എല്ലാ ക്ഷേത്രങ്ങളിലേക്കും ഇവർ നടത്തിയിട്ടുള്ള പ്രവർത്തികൾ ഓരോന്നായിട്ട് 20 കൊല്ലം ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാല് ഈ കള്ള ഹിമാറുകൾ
ചെയ്തിട്ടുള്ള പ്രവർത്തികൾ ഓരോന്നായിട്ട് 20 കൊല്ലം ചരിത്രത്തെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാല് ഈ കള്ള ഹിമാറുകൾ ഈ പാവപ്പെട്ട വിശ്വാസികളുടെ ആത്മാർത്ഥതയെ സമർപ്പണത്തെ എങ്ങനെയാണ് ചൂഷണം ചെയ്തത് മനസ്സിലാകും. ഒരു ഉളുപ്പുമില്ലാതെ അയ്യപ്പ സംഗമം നടത്തിയതിനെ ന്യായീകരിച്ച എന്തിനായി അയ്യപ്പ സംഗമം നടത്തി? ഇത് പുറത്തു വരുമെന്ന് ഭാവിയിൽ അറിഞ്ഞതുകൊണ്ട് അയ്യപ്പ വിശ്വാസികളെ പറ്റിക്കാൻ കളിച്ച മറ്റൊരു നാടകം. ഒരൊറ്റ കാര്യം കൂടി ശ്രീ ഉല്ലാസ്, ഈ ചർച്ച തുടങ്ങിയത് ഈ സസ്പെൻഷനുമായി ബന്ധപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ സർക്കാർ ഈ MLA-മാർക്കെതിരെ ചെയ്തതിൽ BJP-യുടെ പൊസിഷൻ എന്താണ്? സഭയിൽ ചോദിക്കേണ്ട വിഷയങ്ങൾ കൃത്യമായി ചോദിക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതിനെ സഹിഷ്ണുതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടത് ഭരണപക്ഷത്തിന്റെയും ഉത്തരവാദിത്തമാണ്. ഭരണപക്ഷം ഭരിക്കുമ്പോൾ പ്രതിപക്ഷം ഉണ്ടാൻ പാടില്ലെന്നോ? എന്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് അവിടെ പ്രതിനിധി ഇപ്പോൾ ഇല്ല. പക്ഷേ പൊതുജനങ്ങളുടെ ഭാഗത്ത് പ്രതിപക്ഷ രാഷ്ട്രീയ സംവിധാനം എന്ന രീതിയിലും കൃത്യമായിട്ട് തന്നെ ഈ വിഷയത്തിൽ ഞങ്ങൾ പറയുന്നത് ഈ ചക്കുളത്തി പോരല്ല പൊതുജനങ്ങൾക്ക് ആവശ്യം, വിശ്വാസികൾക്ക് ആവശ്യം. ഇവിടെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 10-21 ഇവിടെ സർക്കാർ എന്ന് പറഞ്ഞ് നടന്നിട്ട് കേരളത്തിൽ ഇതുപോലെയുള്ള പകൽക്കൊള്ളയാണ്. ഭഗവാന് പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അയ്യപ്പ വിഗ്രഹം എന്നാണ് എഴുന്നേറ്റ് ഓടുക എന്നറിയില്ല പേടിച്ചിട്ട്. കാരണം ഇപ്പൊ അവരും കൊണ്ടുപോകുന്നു. പുതിയത് വന്നിരിക്കുന്ന രുദ്രാക്ഷമാല കാണാനില്ല അവിടെ. ഒപ്പം തന്നെ യോഗതെട്ട് കാണാനില്ല. അതിനകത്ത് ഉള്ള ചിറ്റ് മാറ്റിക്കൊണ്ടുവരാന്ന് പറഞ്ഞ ഏതോ ഒരുത്തൻ എടുത്തു കൊണ്ടുപോയിട്ട് അത് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നു. കേരളത്തിനകത്ത് ദൈവങ്ങൾക്ക് ദേവന്മാർക്ക് ദേവികൾക്ക് ഒന്നും നിലനിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ കുരുത്തം കെട്ട ഭരണം കൊണ്ട് കേരളത്തിലെ സാധാരണക്കാരൻ വട്ടം തിരിഞ്ഞു വലഞ്ഞു എന്നിട്ടൊരു ഉള്ളുപ്പമില്ലാതെ അതിനെ ന്യായീകരിക്കാൻ ലോകം കേരളത്തെ നോക്കിയിരിക്കാത്രേ. എങ്ങനെ കക്കാം, എങ്ങനെ കട്ടവനെ സംരക്ഷിക്കാം, എങ്ങനെ കട്ടുകൊണ്ട് പോയവന് വേണ്ടി ജയ് വിളിക്കാം എന്നതിനെ കുറിച്ച് ലോകം കേരളത്തെ നോക്കിയിരിക്കുകയാണെന്ന് ഒരു ലോക കേരള സഭ നടത്തി പ്രസംഗിക്കേണ്ട ഗോപ. അപ്പളെ നിങ്ങൾക്ക് നന്നാവുള്ളൂ. നിങ്ങളുടെ യോഗ്യത അപ്പളെ തെളിയുള്ളൂ. നിയമസഭയ്ക്കകത്ത് മുമ്പും ഇപ്പോഴും എല്ലാം ഭരണപക്ഷം ആരായാലും പ്രതിപക്ഷം ആരായാലും നിയമസഭാ ഹാളിനെ സമരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഗുരുതരമായ പെശകാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. അസംബ്ലിയിൽ മുമ്പ് നടന്നിട്ടുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കേസുണ്ടായിട്ടുണ്ട്. അവിടെ ഒരാൾ മേശയുടെ പുറത്ത് കയറി നിൽക്കുന്നത് അയാളുടെ ഒരു പ്രതികരണത്തിന്റെ ഭാഗം. അത് വേറൊരാൾക്ക് ദോഷം ഉണ്ടാവുന്ന കാര്യമല്ല. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ പരിക്ക് പറ്റി കോടതിയിലുണ്ട്. അപ്പൊ പിന്നെ അതിന്റെ പേരിൽ സസ്പെൻഷൻ എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന യുക്തി എന്താ? സഭയിലെ ഉപകരണങ്ങൾ കണക്കുണ്ടായ നഷ്ടത്തിന്റെ കണക്ക് ഈ വിചാരണ കോടതിയിലുണ്ട്. വിചാരണ നടക്കാനല്ലോ. സുപ്രീം കോടതി വരെ പോയി അതിൽ വിചാരണയും ഒക്കെ ഒഴിവാക്കാൻ സുപ്രീം കോടതി തള്ളിയപ്പോൾ അതിൽ വിചാരണ നടക്കാണ് ഇപ്പോ. ഇതൊക്കെ ആരോട് പറയാൻ? അതെ അതെ, അത് കേസിൽ പ്രതിയാകുന്നവരുടെ പിന്നെ അവകാശമല്ലേ രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിൽ വരെ അത് ഒഴിവാക്കാൻ പോകാൻ. അതെന്തോ പെശകാണോ നാറിയാലും അത് ഞാൻ അങ്ങനെ സഹിക്കും. ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ നാറരുതെന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ. സർക്കാർ ചെലവിൽ അവകാശമുണ്ടോ? അല്ല, സർക്കാരിന്റെ പ്രതിനിധികളെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട് പോകും. ബന്ധപ്പെട്ട് ഭരണം നടക്കുന്ന ഏതെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ നിലപാട് സ്വീകരിക്കാനും നടപടി സ്വീകരിക്കാനും നിങ്ങളെക്കാൾ ആവേശത്തോടു കൂടി ഹൈക്കോടതിയുടെ മുമ്പിൽ അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിക്കാനും ഏതെങ്കിലും തരത്തിലൊരു മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കാൻ നമ്മളിപ്പോ സംസാരിക്കുന്ന വിഷയത്തിലേക്ക് സർക്കാർ നേരിട്ട് അല്ലെങ്കിൽ സർക്കാർ നിയോഗിച്ച ദേവസ്വം ബോർഡ് നേരിട്ട് വല്ലതും കണ്ടുപിടിച്ചതാണോ? ദേവസ്വം ബോർഡ് നേരിട്ട് കണ്ടുപിടിച്ചാണോന്നോ? അതാ ചോദ്യം. ദേവസ്വം ബോർഡല്ലേ ഇത് ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ ദേവസ്വം ബോർഡല്ലേ ഗവൺമെന്റ് ഹൈക്കോടതിയുടെ മുമ്പിൽ ഇത് അന്വേഷിക്കുന്നതിന് ആവശ്യമായി ഏത് അന്വേഷണ കമ്മീഷൻ വെക്കണമെന്ന് ആവശ്യപ്പെട്ടത്? തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഗവൺമെന്റ് അല്ലേ ആവശ്യപ്പെട്ടത്? മാത്രമല്ല, ഇതിനകത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നിങ്ങൾ നോക്കിയേ. ഇതിൽ പ്രധാനപ്പെട്ട 3 പേരും കോൺഗ്രസ്സുകാരാ. മുരാരി ബാബു, ഇതിലെ ഒരു കക്ഷിയായി വന്നിരിക്കുന്ന ബൈജു, കോൺഗ്രസിന്റെ പെൻഷൻ സംഘടനയുടെ ദേവസ്വം ബോർഡ് പെൻഷൻ സംഘടനയുടെ സംസ്ഥാന ട്രഷററാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഈ 3 എനിക്കൊരു സംശയം പേരും കനകോലിന്റെ ആണെങ്കിലും ഇവർക്ക് CPM ഭരിക്കുന്ന ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ഘട്ടത്തിലൊക്കെ അന്തർധാരയുണ്ടോ CPM ചെയ്തത്? ഈ കോൺഗ്രസ്സുകാർക്കൊക്കെ CPM അന്തർധാരയുണ്ടോ? അങ്ങനെ അതുകൊണ്ടാണോ ഈ മോഷണം കവർച്ചാ പരമ്പര നടക്കുന്നത്? മനസ്സിലായില്ല. പോറ്റി കോൺഗ്രസ്സുകാരാണെങ്കിൽ ഇവർക്ക് LDF ഭരിക്കുന്ന കാലത്ത് ക്ഷേത്രം കക്കാൻ പറ്റുമോ? അമ്പലക്കള്ളന്മാരാകാൻ പറ്റുമോ? തീവണ്ടിക്കാണല്ലോ തല വെച്ചത്, ഇനി രക്ഷയില്ല. അല്ല, അതുകൊണ്ടാണല്ലോ അവരുടെ പേരിൽ ഇതെല്ലാം ഇന്നും ഒരു ദിവസം കൊണ്ട് കണ്ടുപിടിക്കുന്ന കേസുകളല്ലല്ലോ. കാലം രക്ഷപ്പെട്ടു. ഇനി എന്തൊക്കെ പാരയാണോ വരാനിരിക്കുന്നത്? മുരാരി ബാബു കോൺഗ്രസ് ആണത്രേ. നിങ്ങൾ അവിടെ എന്ത് ചെയ്യായിരുന്നു? നിങ്ങളുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിടെ ചെന്നിരിക്കുന്നത് തലയെ കുത്തിക്കൊണ്ടിരിക്കണ സംസ്ഥാന സർക്കാരിന്റെ കാറിൽ അവരുടെ ബോർഡും വെച്ച് കറങ്ങുന്നുണ്ടല്ലോ. അതിനുള്ള പണിയെന്താ? നിങ്ങളുടെ ദേവസ്വം കമ്മീഷണറുടെ പണിയെന്താ? ഡെപ്യൂട്ടി കമ്മീഷണറുടെ പണിയെന്താ?
തിരുവാഭരണ കമ്മീഷന്റെ പണി എന്താ? നിങ്ങളുടെ ബോർഡിന്റെ പിന്നെ വിജിലൻസിന്റെ പണി എന്താ? ദേവസ്വം വിജിലൻസിന്റെ പണി എന്താ? മഹസർ ഡിപ്പാർട്ട്മെന്റ് പണി എന്താ? ഒട്ടം കളിക്കരുത് വന്നിരുന്നത് കേട്ടോ. ബാക്കി ഉണ്ടായിരുന്ന സ്വർണത്തിൽ നിന്നും ഞാൻ ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുത്തുകൂടെ എന്ന് ഈ പറയപ്പെടുന്ന ഒരു കള്ളൻ നിങ്ങളുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കൃത്യമായി കത്തെഴുതിയപ്പോ അന്ന് കണ്ടുപിടിക്കാമായിരുന്നില്ലേ? എവിടെയായിരുന്നു നിങ്ങളുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്? ചാപ്പാടിൻ കൊണ്ട് തുടങ്ങിയ പോരാ, ഇതൊക്കെ അന്വേഷിക്കണം. വെറുതെ അല്ല നിങ്ങളുടെ മന്ത്രിമാർ ഇപ്പൊ എന്താ പറയണേ, അവരെ സസ്പെൻഡ് ചെയ്തവർ അല്ലെങ്കിൽ അവർ പിടിച്ചവർ അല്ലെങ്കിൽ അതിന് പുറകെ ഉള്ളവരൊക്കെ കോൺഗ്രസ്സുകാരാണെന്ന്. ഇനി മുരാരി ആയിക്കോട്ടെ മരാരി ആയിക്കോട്ടെ ഏത് രാരി ആയാലും വേണ്ടില്ല, ഈ രാരിക്ക് കാക്കാനും ഇതിനൊക്കെ കൂട്ടു നിൽക്കാനായിട്ട് നിങ്ങളുടെ കണ്ടപ്പന്മാരെന്താ ചെയ്തിരുന്നത്? അവിടെ നിങ്ങൾ വെച്ച ആൾക്കാരെന്താ ചെയ്തിരുന്നത്? നിങ്ങളുടെ പോലീസ് എവിടെയായിരുന്നു? നിങ്ങളുടെ മന്ത്രി എവിടെയായിരുന്നു? ഇവരൊക്കെ എന്താ അവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറി പറഞ്ഞ് കളിക്കായിരുന്നോ? നിങ്ങളെ കൊണ്ട് കഴിവും പ്രാപ്തിയില്ല, അല്ലെങ്കിൽ അതിന് കൃത്യമായ കൂട്ട്. ഇനി വാസുകൊട്ടുണ്ടല്ലോ അവിടെ, എൻ വാസു, അവന് കത്ത് എഴുതിയിരുന്നില്ല, പ്രേമലേഖനം എഴുതിയിരുന്നില്ല, ഈ പോറ്റി കല്യാണം കഴിക്കാൻ തയ്യാറാണ്, കല്യാണം കഴിപ്പിക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ കുടക്കീഴിലിരിക്കുന്ന ക്ഷേത്രത്തിൽ ഇങ്ങനെ കളവ് നടക്കുന്ന സമയത്ത് അത് കണ്ടെത്തിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അത് നടത്താൻ പറ്റില്ല നിങ്ങൾക്ക്. നിങ്ങൾ എന്താ പറഞ്ഞത്? അയ്യപ്പ സംഗമത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. ഏത്? ഈ അയ്യപ്പ സംഗമത്തിന്റെ പശ്ചാത്തലത്തിലാ. എന്റെ ഗോപ, നിങ്ങൾ ശബരിമലയ്ക്ക് പോയിട്ടില്ലേ? അല്ലെങ്കിൽ പോയിട്ടുണ്ടോ? എനിക്കറിയില്ല. ആ ശബരിമലയിൽ റെസീറ്റിലെ സീലടിച്ച റെസീറ്റ് എന്ന് പാടി കൊടുക്കും. അത് 2ാം ബുക്കിൽ കൃത്യമായി രേഖപ്പെടുത്തണം. 4ാം ബുക്കിലേക്ക് രജിസ്റ്റർ കൊടുക്കാൻ അപേക്ഷ കൊടുക്കണം. 4ാം ബുക്കിൽ കഴിഞ്ഞാൽ തിരുവാഭരണ രജിസ്റ്റർ കയറ്റണം. ആ തിരുവാഭരണ രജിസ്റ്റർ കയറ്റി കഴിഞ്ഞാൽ സ്ട്രോങ് റൂമിലേക്ക് കൃത്യമായി കൈകാര്യം ചെയ്യണം. ഈ നടപടികളൊക്കെ അവിടെ ഉണ്ട് സാറേ, അതൊന്ന് പോയി പഠിക്ക്. അല്ല, ഇതൊരു നടക്ക് പോണ കേസല്ല. അയ്യപ്പ സംഗമത്തിൽ പിണറായി വിജയൻ കിടന്നിട്ട് ഓളിയിട്ടുണ്ടാക്കിയ സോഫ്റ്റ്വെയർ ഉണ്ട് അത്ര കൈകാര്യം ചെയ്യാനായിട്ട്. പല ചൂക്കും ചുണ്ണാമ്പും ഇതിനെ കുറിച്ച് അറിഞ്ഞിട്ടാണോ ഈ പറയുന്നത്? പിന്നെ ന്യായീകരിക്കാം, നിങ്ങളുടെ പാർട്ടിയെ ന്യായീകരിക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങളുണ്ട്. കേരളത്തിലെ ജനങ്ങളെയും ദൈവങ്ങളെയും ഭഗവാനെയും ഭഗവതയും കാട്ടുകൊണ്ടുപോയിട്ട് അതിനെ ന്യായീകരിക്കാൻ വന്നിരിക്കുമ്പോ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, സാറിനെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ഭയങ്കര ലജ്ജ തോന്നും. നിങ്ങൾക്ക് വല്ല എന്താ പറയാ ഭാഷ എനിക്ക് പറയാൻ പറ്റുന്നില്ല. പാവപ്പെട്ടവന്റെ ആത്മാർത്ഥതയെ പ്രാർത്ഥനയെ കട്ടുകൊണ്ടുപോയ നാണം കെട്ട ഭരണ സംവിധാനത്തെയും വെച്ച് ഉളുപ്പില്ലാതെ ന്യായീകരിക്കുമോ നിങ്ങൾ? ജനങ്ങളോട് മറുപടി പറ. എനിക്ക് മതിയായി.